ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് വളരെ സുപരിചിതമായൊരു വേദഭാഗം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 3:17. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. പ്രൈസ് ഗോഡ്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഭൂമിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നോക്കി സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. The speciality of the voice of heaven, it's a testimony of God. It's a heavenly testimony. ഭൂമിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നോക്കി സ്വർഗീയ പിതാവ് പറയുന്ന ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. He is my beloved son. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. Whom I am pleased. ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം. ഇന്ന് പകൽ ദൈവാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം, the message, be a person with heavenly testimony. എന്നെ നിങ്ങളെ നോക്കിയാൽ സ്വർഗീയ പിതാവ് എന്തായിരിക്കും പറയുക? ഇറ്റ്സ് എ ടൈം ടു അനലൈസ് യുവർ സെൽഫ്. എന്നിലേക്ക് മാത്രം ഇന്ന് പകൽ നോക്കുന്ന ഒരു പകൽക്കാലമാണ്. ആർ യു എ പേഴ്സൺ വിത്ത് ഹെവൻലി ടെസ്റ്റിമണി? സ്വർഗം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? സ്വർഗീയ പിതാവിന് നല്ലൊരു സാക്ഷ്യം പറയാനുള്ള അനുഭവമുള്ള ഒരു വ്യക്തിയാണോ നീ? ഞാൻ എന്നെ ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ പരിശോധിക്കുവാൻ പോവുകയാണ്. വാട്ട് വിൽ മൈ ഫാദർ സേ വെൻ ഹി ലുക്സ് അറ്റ് മീ? എന്റെ പിതാവ് എന്നിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും എന്നെ കുറിച്ച് പറയുന്നത്? പിതാവ് യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇഫ് യു ആർ നോട്ട് eligible for a heavenly testimony, good heavenly testimony, you will be a great failure in your spiritual life. മനുഷ്യർ പറയുന്ന സാക്ഷ്യങ്ങൾ നീ കേൾക്കരുത്. കേട്ടോ, അതിനൊന്നും വലിയ വില കൊടുക്കരുത്. രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് നിന്നോട് പറയുന്ന സാക്ഷ്യം എന്താ? പരസ്യമായ പിതാവിന് പറയാനുള്ള സാക്ഷ്യം എന്താ? This is a great subject. You have to analyze yourself. നിന്നെ നോക്കിയാൽ പിതാവിന് സന്തോഷം തോന്നുമോ? പിതാവിന് പ്രസാദം തോന്നുമോ? ഇഫ് യുവർ ആൻസർ ഈസ് നോ, യു ആർ ഇൻ എ ഗ്രേറ്റ് ട്രബിൾ. നീ നിത്യമായ തീപ്പൊയ്കയിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇറ്റ്സ് എ ടൈം ടു ചേഞ്ച് യുവർ ഡെസ്റ്റിനി. ടുഡേ ഇസ് എ ഡേ ടു ടേക്ക് എ ഡിസിഷൻ. ഇന്ന് എനിക്കൊരു തീരുമാനമെടുക്കണം. I want to be a person with heavenly testimony. ഒരു നല്ല സ്വർഗീയ സാക്ഷ്യത്തിന് ഉടമയായ മനുഷ്യനായി, മകനായി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. അതിനെന്തൊക്കെ ഞാൻ ചെയ്യണമോ അതെല്ലാം ഇന്നു മുതൽ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിതാവേ. I want to change my life according to the heavenly testimony. എത്ര പേർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? എത്ര പേർ ഇതിനായി ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ സാക്ഷികളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ പറയുന്ന ടെസ്റ്റിമണിയുടെ പ്രത്യേകത, വാട്ട് ഇസ് ദ ഡിഫറൻസ് ഓഫ് എർത്ത്ലി ടെസ്റ്റിമണി? നമ്മൾ പറയും, പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവം, വിളിച്ചവൻ വിശ്വസ്തനാണ്, വാക്ക് മാറാത്ത ദൈവം, സകലം നന്നായി ചെയ്യുന്ന ദൈവം, ഭയപ്പെടേണ്ട, എപ്പോഴും കൂടെയുണ്ടെന്ന് അരുളി ചെയ്യുന്ന ദൈവം. We always have a great confidence about our Father God. എപ്പോഴും നമുക്കൊരു ധൈര്യമുണ്ട് നമ്മുടെ പിതാവാ ദൈവത്തെക്കുറിച്ച്. അവൻ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. ആകാശവും ഭൂമിയും കുന്നും മലയും മാറിപ്പോയാലും അവന്റെ വാഗ്ദത്തങ്ങൾക്ക് വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് we believe 100%. We have a great confidence in our God. But what about God? Does God have a great confidence in me? Does he have a good testimony about me? എൻ്റെ മകൻ, എൻ്റെ മകൾ, ഇവൻ നല്ലവനാണ്, ഇവൻ എൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനാണെന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു ടെസ്റ്റിമണി എൻ്റെ ജീവിതത്തിലുണ്ടോ? പ്രൈസ് ഗോഡ്.
ഇന്ന് പകൽ ഇത് പരിശോധിക്കുവാൻ ദൈവാത്മാവിനോട് ആവശ്യപ്പെടുമ്പോൾ, ഇറ്റ്സ് എ ടൈം യു ടു അനലൈസ് യുവർ സെൽഫ്. നിന്റെ ഹസ്ബൻഡിനെ ഇപ്പോൾ നീ നോക്കരുത്, നിന്റെ വൈഫിനെ നീ നോക്കരുത്. ഡോണ്ട് ലുക്ക് അറ്റ് യുവർ ചിൽഡ്രൻ, യു ലുക്ക് ടു യുവർ സെൽഫ്. നിന്നിലേക്ക് തന്നെ നോക്ക. സ്തോത്രം. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഹൗ ക്യാൻ ഐ ബി ലൈക്ക് പോൾ? പൗലോസിനെ പോലെ എങ്ങനെ എനിക്ക് ആകുവാൻ കഴിയും? എങ്ങനെ എനിക്ക് അബ്രഹാം, ഇസാഖ്, യാക്കോബ്, ഏലിയാവ്, മോശെ പോലെ ആകുവാൻ കഴിയും? എങ്ങനെ എനിക്ക് പത്രോസിനെ പോലെ ആകുവാൻ കഴിയും? എങ്ങനെ എനിക്ക് യോഹന്നാനെ പോലെ ആകുവാൻ കഴിയും? They are great people. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഹൗ ഐ ക്യാൻ ബി ലൈക്ക് ദം? ദൈവം പറയുന്നത് അറിയാമോ? The grace I provide to them, ഞാൻ അവർക്ക് നൽകിയ അതേ കൃപയാണ് ഇന്ന് പകലും നിന്റെ മേലും പകർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവകൃപയ്ക്ക് വ്യത്യാസമില്ല. സ്തോത്രം. പഠിപ്പില്ലാത്തതും വിദ്യാഭ്യാസമില്ലാത്തതും അറിവില്ലാത്തതും ജ്ഞാനമില്ലാത്തതും ആർക്കും വേണ്ടാത്തതുമായതിനെ സെലക്ട് ചെയ്ത് ഐ മേക്ക് ദം എ സൂപ്പർ നാച്ചുറൽ പേഴ്സൺ ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഐ പ്രൊവൈഡ് ടു ദം. ഞാൻ കൊടുത്ത കൃപയാണ് അവരെ പ്രത്യേകമായ ആത്മീയനിലയിലേക്ക് നയിച്ചതെങ്കിൽ അതേ കൃപയാണ് ഇന്ന് പകൽ ഞാൻ നിന്റെ മേലും പകർന്നുകൊണ്ടിരിക്കുന്നത്. ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം വെച്ച് 5:17. If you read James 5:17, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗം ഇങ്ങനെയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവ് നമ്മെ പോലെ ആരാണ്? ഏലിയാവ് നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യൻ. മതി, മഴ പെയ്യാതെ മതി. സ്തോത്രം. He is having the nature like ours. നമ്മെ പോലെ തന്നെ അതേ നേച്ചർ ആയിരുന്നു ഏലിയാവിന്. He was an ordinary man. He was an ordinary man like you and me. എന്നെ പോലെ നിന്നെ പോലെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. അവനെ ദൈവിക ശുശ്രൂഷയുടെ സൂപ്പർ നാച്ചുറൽ പേഴ്സണാക്കി മാറ്റിയത് ദൈവത്തിന്റെ കൃപയാണ്. അതേ കൃപയാണ് ഇന്ന് പകൽ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും തലമുറകളുടെ മേലും പകർന്നുകൊണ്ടിരിക്കുന്നത്. നിനക്കും സ്തോത്രം സ്വർഗീയ സാക്ഷ്യമുള്ള ജീവിതമായി മാറുവാൻ കഴിയും. You can also become a man with a heavenly testimony, a person with heavenly testimony. ആ കൃപ എത്ര ചോദിച്ചാലും തരുവാൻ ഈ സ്വർഗീയ പിതാവ് വിശ്വസ്തനാണ്. But you need a great attitude. സ്തോത്രം. എനിക്കാകണം, പിതാവിൻ്റെ സാക്ഷ്യം ലഭിക്കുന്ന ഒരു മകനായി എനിക്ക് മാറണം എന്നൊരു ആഗ്രഹത്തിന് നടുവിലാണ് നമ്മൾ വായിച്ച മാത്യു 3:7 മുമ്പ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് പ്രാവെന്ന രൂപത്തിൽ എന്ത് വന്നു? പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. ആ കൃപ യേശുവിന്റെ മേൽ വന്നു. അതേ കൃപ ഇന്ന് പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മേലും കർത്താവ് പകരുവാൻ പോകുകയാണ്. എന്തിനെന്നറിയാമോ? ടു മേക്ക് യു എ പേഴ്സൺ വിത്ത് ഹെവൻലി ടെസ്റ്റിമണി. സ്തോത്രം. ഇവരെന്റെ പ്രിയപുത്രൻ അഹങ്കാരത്തോടെ ദൈവത്തിന് നമ്മളെ നോക്കി പറയണം, ധൈര്യത്തോടെ പറയണം, സ്നേഹത്തോടെ പറയണം. God is telling, I want to declare to the public, you are my beloved son. അങ്ങനെ ഒരു അവസരത്തിനായി പിതാവ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു മകനായി നിന്നെ കാണുവാൻ പിതാവ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു മകളായി തീരുവാൻ പിതാവ് നിന്നെ കാത്തിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് എങ്ങനെ, ഹൗ വി ക്യാൻ അറ്റൈൻ എ ഹെവൻലി ടെസ്റ്റിമണി. എങ്ങനെ ആ സ്വർഗീയ സാക്ഷി ഉടമയാകുവാൻ കഴിയുമെന്ന് ചില ദൈവിക പുരുഷന്മാരുടെ ജീവിതത്തിലൂടെ കർത്താവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ പോവുകയാണ്. ആ സാക്ഷ്യത്തിന് ഉടമയായി മാറുവാൻ ഇന്ന് കഴിയുമെങ്കിൽ എന്തൊക്കെ ഡെലിവറൻസ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പഠിക്കുവാൻ പോവുകയാണ്. വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു വെൻ യു റിസീവ് ദ ഹെവൻലി ടെസ്റ്റിമണി. നീ അതിന് എലിജിബിൾ ആകുവാൻ എന്ത് ചെയ്യണം? എലിജിബിൾ ആയാൽ വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ഇൻ യുവർ ലൈഫ്. ഇത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുവാൻ പോവുകയാണ്. സന്ദേശം മറന്നു പോകരുത്. മകനെ, മകളെ, ദൈവത്തിന് സാക്ഷ്യം പറയുന്ന ഒരു ജീവിതമായി നിന്നെ കാണുവാൻ ഇന്ന് പകൽ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നു. ദിസ് ഇസ് ദ മെസ്സേജ്. ഡോണ്ട് ഫോർഗെറ്റ് ദിസ് മെസ്സേജ്.
Praise God. You are leading a spiritual life for your father. സഭയിലെ പാസ്റ്ററെ കാണിക്കുവാനോ വിശ്വാസികളെ കാണിക്കുവാനോ അല്ല നിന്റെ ആത്മീയ ജീവിതം. യു ആർ ലീഡിങ് എ സ്പിരിച്വൽ ലൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹെവൻലി ഫാദർ. ആ പിതാവിന്റെ സാക്ഷ്യമാണ് ഏറ്റവും പ്രാധാന്യം. നഥാനിയിലെ നോക്കി കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. കപടമില്ലാത്ത മനുഷ്യൻ. സ്തോത്രം. ആമേൻ. ശതാധിപനെ നോക്കി പറഞ്ഞു, ഇസ്രായേൽ ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. There's a testimony God is telling to the people for his people. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. എങ്ങനെ, how can I receive that heavenly testimony? അങ്ങനെ വന്നാൽ what God is going to do in my life, ഇത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 24, ബുക്ക് നമ്പേഴ്സ് 14:24, 14-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിക്കാം. എന്റെ ദാസനായ കാലേബും അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവന്റെ സന്തതി അത് കൈവശമാക്കും. ദൈവത്തിന് സ്തോത്രം. എന്റെ എന്നെടുത്തോട്ടെ, എന്റെ ദാസനായ കാലേബു. ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, but my servant Caleb, because he has a different spirit and he has followed me fully, obeyed my commandments fully, പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട്. എങ്ങനെ അനുസരിച്ചത്? Caleb is holding a different spirit, that is Holy Spirit. അപ്പോൾ ഒരു ഹെവൻലി ടെസ്റ്റിമണി നിനക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ you have to obey the commandments of God fully. പൂർണ്ണമായി അനുസരിക്കണമെങ്കിൽ നിനക്ക് ഹോളി സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹോളി സ്പിരിറ്റിന്റെ അർത്ഥം മീൻസ്, അല്ലെങ്കിൽ ഫുൾ ഒബീഡിയൻസ്, പെർഫെക്റ്റ് ഒബീഡിയൻസ് മീൻസ് യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ചിലതൊക്കെ ഞാൻ അനുസരിക്കും, ചിലതൊന്നും ഞാൻ അനുസരിക്കുകയില്ല. യു ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ആര് പൂർണ്ണമായി അനുസരിക്കുന്നുവോ അവനാണ് ഹോളി സ്പിരിറ്റിന് കൺട്രോളിൽ വരുന്നത്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാവരും ഹോളി സ്പിരിറ്റിന് കൺട്രോൾ അല്ല. വിശ്വാസത്തിൽ വന്നവർ പോലും ഹോളി സ്പിരിറ്റിന് കൺട്രോൾ അല്ല. ബിക്കോസ് they are not ready to obey the commandments which was revealed by God. അവർക്ക് വെളിപ്പെട്ട വചനങ്ങൾ അനുസരിക്കുവാൻ, പൂർണ്ണമായി അനുസരിക്കാൻ മനസ്സിലാതിരിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ല. നിങ്ങളെ പിശാച് വഞ്ചിക്കരുത്. ഇവിടെ നോക്കിക്കേ, എ ഗ്രേറ്റ് ടെസ്റ്റിമണി പ്രൊവൈഡഡ് ഫ്രം ഗോഡ്. മൈ സെർവന്റ് കാലേബ്, ഹി ഈസ് ഹാവിംഗ് എ ഹോളി സ്പിരിറ്റ്. ഹി ഒബേഡ് മീ ഫുള്ളി. സ്തോത്രം. എന്താണ് ആ അനുസരണത്തിന്റെ പ്രത്യേകത? വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ് പെർഫെക്റ്റ് ഒബീഡിയൻസ്? അതിന്റെ 13-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്, 13 Numbers 13:1 and 2. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുക്കാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. So select the people and send them to see the promised land. മോശ ദൈവത്തിന്റെ ആലോചന പ്രകാരം ആളുകളെ സെലക്ട് ചെയ്തു. 12 പേരെ സെലക്ട് ചെയ്തു. ആ 12 പേരിൽ ഒരുവനായിരുന്നു കാലേബ്. വചനം പറയുന്നു, he was holding the real Holy Spirit. He was obeying the commandment of God. He was selected by the God Spirit. അവർ പോയി കണ്ടു, തിരിച്ചു വന്നു. അതിന്റെ 31 ഒന്ന് വായിച്ചു. 13:31, 13:31. എങ്കിലും അവനോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന് നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ, they are powerful than us. അവന്റെ കൂടെ പോയ മെജോറിറ്റി പറഞ്ഞു, നോ, വി cannot conquer it. നമുക്കത് ജയിക്കുവാൻ കഴിയില്ല. അവർ നമ്മെക്കാൾ ബലവാന്മാരാണ്, ശക്തന്മാരാണ്. 30-ാം വാക്യം വായിച്ചേ. കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. പൂർണ്ണമായി അനുസരിക്കുന്നവന് ജയിക്കുവാൻ കഴിയാത്തതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. സ്തോത്രം. ഒന്നിനും അവനെ ജയിക്കുവാൻ കഴിയുകയില്ല. ഒരു നിയമങ്ങൾക്കും ഒരു ശക്തിക്കും പൂർണ്ണമായി അനുസരിക്കുന്നവനെ
ജയിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു ദൂത് നിന്നോട് പറയുക, ഇഫ് യു സ്റ്റാർട്ട് ഒബേയിങ് ഗോഡ്സ് വേർഡ് കംപ്ലീറ്റ്ലി, നിന്നെ ജയിച്ചടക്കിയ സകല ശക്തികളിൽ നിന്നും ഇന്ന് പകൽ നിനക്കൊരു ഫ്രീഡം ദൈവം നൽകുകയാണ്. സ്തോത്രം. കാലേബ് പറഞ്ഞു, നോ, ഡോണ്ട് വറി, നിങ്ങൾ ഭയപ്പെടരുത്, നമുക്കത് ജയിക്കുവാൻ കഴിയും. Why he told like this? Caleb was filled with Holy Spirit. കാലേബ് പറഞ്ഞു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്കതിനെ ജയിച്ചടക്കുവാൻ കഴിയും. ബിക്കോസ് ഐ ആം ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. എന്റെ കഴിവിനല്ല, എന്റെ ശക്തിയാലല്ല, എന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അതിനെ ജയിക്കുവാൻ കഴിയുമെന്ന് ആമേൻ കാലേബ് ശക്തമായി വിളിച്ചു പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും അത് ദൈവം പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ദൈവവചനം അനുസരിക്കുകയും സ്തോത്രം ചെയ്യുന്നവന് എന്നും ജയമുണ്ട്. എന്തുകൊണ്ട് അവൻ ജയിക്കുവാൻ കാരണം? എൻ്റെ ദാസനായ കാലേബ്, ഹി ഈസ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്? അവൻ പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങി. അവൻ പൂർണ്ണമായി അനുസരിക്കുവാൻ തുടങ്ങി. നിങ്ങൾക്ക് മനസ്സിലാകുവാൻ എളുപ്പത്തിൽ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളത് പരീക്ഷിക്കണം. ഒരു കുപ്പി വെള്ളം നിങ്ങൾ പൈപ്പിന് ഒരു കുപ്പിയെടുത്ത്, ഒരു എംറ്റി ബോട്ടിലെടുത്ത് പൈപ്പിന്റെ താഴെ വെക്കുക. എന്നിട്ട് പൈപ്പ് ഓൺ ചെയ്യുക. കൃത്യമായിട്ട് വെള്ളം ആ ബോട്ടിലേക്ക് വീഴുവാൻ അനുവദിക്കുക. സ്തോത്രം. ആ പൊസിഷനിൽ നിന്ന് ആ ബോട്ടിൽ മൂവ് ചെയ്യാതെ അവിടെ നിൽക്കാമെങ്കിൽ അല്പം കഴിയുമ്പോൾ ആ വെള്ളം നിറഞ്ഞ് അകത്തുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും അകത്തുള്ളതെല്ലാം പുറത്തേക്ക് ഒഴുകി ഒരു കവിഞ്ഞൊഴുക്കിന്റെ അനുഭവം അവിടെ വെളിപ്പെടുവാൻ തക്കോണം ഇടയായി തീരും. എന്നാൽ അതേ ബോട്ടിൽ ഒരല്പം ഇങ്ങോട്ട് മാറ്റിവെച്ച് എത്ര മണിക്കൂർ അവിടെ വെച്ചാലും ആ ബോട്ടിൽ വെള്ളം നിറയുകയില്ല. ഒരു കവിഞ്ഞൊഴുക്ക് അനുഭവപ്പെടുകയില്ല. ഒരു ഫുൾനെസ് നിനക്ക് അനുഭവം വരികയില്ല. ഒരു 100% ജയം നിനക്ക് റിസീവ് ചെയ്യാൻ ഇടവരികയില്ല. എന്താണ് ഇവിടെ പ്രശ്നം? നിനക്കിഷ്ടമുള്ള സമയത്ത് നീ പൈപ്പൻ ചോട്ടിൽ വെക്കും, ഇഷ്ടമില്ലാത്തതിന് നീ ബോട്ടിൽ മാറ്റി വെക്കും. യു ഒബേ വിച്ച് യു ലൈക്ക്. പക്ഷെ വചനം പറയുന്നു, യു ഹാവ് ടു ഒബേ വാട്ട് യുവർ ഫാദർ ലൈക്ക്. നിന്റെ പിതാവിന് എന്തിഷ്ടമാണോ അതനുസരിക്കുന്നവന് അവനെ കീഴടക്കുവാൻ കഴിയാത്തതായ ഒരു ശക്തിയും ഈ ഭൂമിയിലില്ല. അവനെ കീഴടക്കുവാൻ ഒരു ശക്തിക്കും ഒരു നിയമങ്ങൾക്കും ഒന്നിനും സാധ്യമല്ല എന്ന് ഈ വചനത്തോട് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. സ്തോത്രം. അതിന്റെ 32-33 എന്ന് വായിക്കാമെങ്കിൽ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. 32-33. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ, ജയന്റ് പീപ്പിൾ, അധികായകന്മാർ. അടുത്ത വാക്യം, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. സ്തോത്രം. We face giant problems, giant people. അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ we are like grasshoppers. ചെറിയ വെട്ടുക്കിളി പോലെ ഞങ്ങളെ കുറിച്ച് തോന്നി. സ്തോത്രം. Praise God. എന്നാൽ സ്വർഗം സിംഹാസനം, ഭൂമി പാദമിടമായ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ആവസിക്കുമ്പോൾ നിന്റെ ദൈവത്തെക്കാൾ വലിയതൊന്നും ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് നിനക്ക് നിന്നെ തന്നെ വെട്ടുക്കിളിയായി തോന്നുകയില്ല. നിനക്ക് സകലരെയും വെട്ടുക്കിളിയായി തോന്നും. സ്തോത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നിന്നെ കീഴടക്കുവാൻ വരുന്ന ഒരു ശക്തിക്കും സ്തോത്രം നിന്നെ കീഴടക്കുവാൻ കഴിയുകയില്ല. സോ ടു അറ്റൈൻ എ ഹെവൻലി ടെസ്റ്റിമണി, സ്വർഗീയ സാക്ഷി ഉടമയാകണമെങ്കിൽ എ പെർഫെക്റ്റ് ഒബീഡിയൻസ് നിന്നിൽ ഉണ്ടാകണം. നീ അങ്ങനെ അനുസരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ആദ്യം വായിച്ച 14:24 ഒന്ന് മടങ്ങി വന്നാട്ടെ. എന്റെ ദാസനായ കാലേബ് അവന് വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവന്റെ സന്തതി അത് കൈവശമാക്കും. അവന്റെ സന്തതി അത് കൈവശമാക്കും. If you perfectly obey God's word, പിതാവേ മാതാവേ,
there is a message from God to you. നീയും നിന്റെ ജീവിത പങ്കാളിയും പെർഫെക്റ്റ്ലി ഒബേ ചെയ്യുമെങ്കിൽ നിന്റെ തലമുറകളും നീ സ്വീകരിച്ച സ്വർഗീയ പാതയിലെത്തുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുക. നിന്റെ കുഞ്ഞുങ്ങൾ വചനം വായിക്കുവാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, പ്രാർത്ഥിക്കുവാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, സ്പിരിച്വൽ ലൈഫിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് നിന്റെ ഭാരമെങ്കിൽ, വേദനയെങ്കിൽ അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. അപ്പനും അമ്മയുമായി വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, യു ആർ നോട്ട് റെഡി ടു ഒബേ ഗോഡ്സ് വേർഡ് പെർഫെക്റ്റ്ലി. ഇന്ന് പകൽ നീ അത് അനുസരിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന വാഗ്ദത്തം ഇതാണ്. ആമേൻ. നീ മാറിപ്പോയാലും നിന്റെ ജീവിത പങ്കാളി മാറിപ്പോയാലും, ആമേൻ, സ്വർഗവും ഭൂമിയും നിലനിൽക്കുന്നോളം കാലം നിന്റെ തലമുറകൾ ഏത് വഴി പോയാലും ദൈവിക പാതയിലേക്ക് സ്വർഗീയ പിതാവ് നിന്റെ തലമുറകളെ മടക്കി കൊണ്ടുവരും. സ്തോത്രം. പ്രൈസ് ഗോഡ്. പെർഫെക്റ്റ്ലി ഒബീഡിയന്റ് ആയി നിൽക്കുന്ന ഒരു പേരന്റ്, ഒരു മാതാവിന് പിതാവിനോട് ഇന്ന് പകൽക്കാലമുള്ള ദൂതിത, നീ ഒബേ ചെയ്യ പെർഫെക്റ്റ്ലി. നിന്റെ തലമുറകൾ, ആമേൻ, സ്തോത്രം, ആമേൻ, ദൈവിക പാതയിൽ സഞ്ചരിക്കും. എത്ര തലമുറകളാ? ആവർത്തന പുസ്തകവും ഡ്യൂട്രോണമി 7:9 എന്ന് വായിച്ചേ. എത്ര തലമുറകൾ നിന്നെ ബ്ലസ്ഡായി മാറും, എത്ര തലമുറകൾ സാക്ഷ്യമുള്ളവരായി മാറും. നീ മാത്രമല്ല, തലമുറയിൽ സാക്ഷ്യമുള്ളവരായി മാറും. എത്ര തലമുറ വരെ? വായിച്ചേ. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവമെന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കും. നീ ആദ്യത്തെ തലമുറയെ കണ്ടിട്ടുള്ളൂ. നിന്റെ കുഞ്ഞുങ്ങളെ ഭാഗ്യമുണ്ട് ചിലപ്പോ കാണാൻ പറ്റും, ചിലപ്പോ അതിന്റെ അടുത്ത തലമുറ കാണാൻ പറ്റുമെന്ന് വരാം, അറിയില്ല. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, നിന്നിൽ തുടങ്ങി 1000 തലമുറ വരെ സാക്ഷ്യമുള്ളവരുടെ കൂട്ടമായി നിന്റെ കുടുംബം വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. പെർഫെക്റ്റ്ലി ഒബീഡിയൻസ്. ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ നീ അനുസരിക്കണം. പൈപ്പിന്റെ ചോട്ടിൽ നീ മാറരുത്. ഇറ്റ്സ് നോട്ട് യുവർ വേ, ഇറ്റ്സ് ഗോഡ്സ് വേ. ദൈവത്തിന്റെ മാർഗമാ, നീ അനുസരിച്ചേ മതിയാകും. അപ്പോൾ to attain a heavenly testimony, God need a perfect obedience. Perfect obedience leads the blessing to 1000 generations. 1000 തലമുറ വരെയും നിന്റെ കുഞ്ഞുങ്ങൾ, നീ കണ്ട കുഞ്ഞുങ്ങൾ, നീ കാണാത്ത കുഞ്ഞുങ്ങൾ, നിന്നിലൂടെ വെളിപ്പെട്ട് 1000 തലമുറ വരെയും ഉള്ള കുഞ്ഞുങ്ങൾ ദൈവിക സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായി മാറും. കാരണം അപ്പനും അമ്മയുമായി നീ ദൈവ സാക്ഷ്യമുള്ള ഹെവൻലി ടെസ്റ്റിമണിയുള്ള ഒരു മാതാവും പിതാവുമായി വെളിപ്പെട്ടത് കൊണ്ട് നിന്റെ തലമുറകളും ഹെവൻലി ബ്ലെസ്സിംഗ് ഉള്ളവരായി മാറും. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് ഹെവൻലി ടെസ്റ്റിമണി അറ്റൈൻ ചെയ്യുവാൻ സംഖ്യാപുസ്തകം നമ്പേഴ്സ് 12:7 എന്ന് വായിക്കാം. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകും. രണ്ടാമത് to attain a heavenly testimony. Not so with my servant Moses. He is faithful in all my houses. All my house. വിശ്വസ്തനായിരിക്കണം നീ. ഫെയ്ത്ത്ഫുൾ. ഭയങ്കര ആഴമായി ഇതിനൊക്കെ. പെർഫെക്റ്റ് ഒബീഡിയൻസിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ കോൺഫിഡൻസ്. ഒബീഡിയൻസ് വിൽ ലീഡ് യു ടു ബി എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ. ദൈവത്തിന്റെ വിശ്വസ്തനായ ഒരു മനുഷ്യനായി ദൈവം തന്നെ മാറ്റും. ഹീബ്രൂസ് 3:5 ഒന്ന് വായിക്കാമെങ്കിൽ, ഇബ്രാഹിം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരിക്കുന്നതിന് സാക്ഷ്യം പറയുന്ന കൃത്യനായിട്ടത്രേ. സാക്ഷ്യം പറയുന്നവനായി മോശ വിശ്വസ്തനായി. If the Holy Spirit is tempting you to share the gospel to others, ദൈവത്തിന്റെ ഭവനത്തിൽ സാക്ഷ്യം പറയുന്നവനായി മോശ വെളിപ്പെട്ടു. നീ വാസ്തവമായി വിശ്വസ്തനെങ്കിൽ
ദൈവം നിന്നോട് ചെയ്ത നന്മകൾ നീ മൂടി വെക്കുകയില്ല. യു വിൽ സ്റ്റാർട്ട് ഷെയറിംഗ് ദ ഗുഡ് തിങ്സ് ഗോഡ് ഹാസ് ഡൺ ഇൻ യുവർ ലൈഫ്. അതിനെയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദ ഗോസ്പൽ ഓർ ഇവാഞ്ചലൈസേഷൻ. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നീ മൂടി വെക്കുകയില്ല. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. ഉപകാരം നീ പ്രാപിച്ചെങ്കിൽ നീ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തും. സ്തോത്രം. To attain a heavenly testimony, സ്വർഗീയ സാക്ഷി ഉടമയാകണമെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 12 37 and 38 ഒന്ന് വായിച്ചേ. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി രമേസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോട് കൂടെ പോകും. ഫ്രം ദ മിസ്രൈം, ഈജിപ്റ്റ്, എന്ത് സംഭവിച്ചു? അവർ യാത്ര തുടങ്ങി. They started their spiritual journey. 6 ലക്ഷം പുരുഷന്മാർ, 6 lakhs. സ്തോത്രം. അതിനുള്ള കുട്ടികൾ, ഒരു സമ്മിശ്ര ജാതി, അൺകൗണ്ടബിൾ. യാത്ര തുടങ്ങിയത് വലിയ മൾട്ടിറ്റ്യൂഡാ. യാത്ര തുടങ്ങിയത് വലിയ മൾട്ടിറ്റ്യൂഡാ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെ പരിശുദ്ധ നമ്മളെ പഠിപ്പിച്ചല്ലോ. 1 Corinthians chapter 10 verses 5 to 10 എന്ന് വേഗത്തിൽ വായിച്ച്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം chapter 10, 1 Corinthians chapter 10, 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. എങ്കിലും 6 ലക്ഷത്തിലും മിക്സ്ഡ് കമ്മ്യൂണിറ്റിയിലും കുഞ്ഞുങ്ങളിലും കന്നുകാലികളിലും കടന്നുപോയ മനുഷ്യരിലൊന്നും ദൈവം പ്രസാദിച്ചില്ല. He was not pleased. വായിക്കാം. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The leader was Moses, the faithful servant. മുമ്പിൽ നടന്നു പോകുന്ന മോശ കാണുന്നത്, ആമേൻ, ദൈവത്തിന് പ്രസാദമില്ലാത്ത ജനക്കൂട്ടം എന്റെ പിന്നിൽ നിൽക്കുന്നു. അവനൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. സ്തോത്രം. സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവജനം ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം വളരാതിരിക്കുമ്പോൾ, മുമ്പിൽ ആത്മാർത്ഥമുള്ള ദൈവദാസന് ആത്മഭാരമുണ്ടാകും. പലപ്പോഴും തളർന്ന നിലത്തിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും ഇത്രയും പഠിപ്പിച്ചിട്ടും എന്തുകൊണ്ടൊരു മാനസാന്തരം ഉണ്ടാകുന്നില്ല. He will never get a good motivation for the people. പക്ഷെ മോസസ് പറഞ്ഞു, നോ, ഐ വാണ്ട് ടു ബി ഫെയ്ത്ത്ഫുൾ. ഐ ഡോണ്ട് വാണ്ട് ടു സീ ദ പീപ്പിൾ ഹൗ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദം. എനിക്ക് എന്റെ ദൈവത്തിന്റെ മുഖത്ത് നോക്കിയാൽ മതി. He was faithful in his job. അവൻ ജനത്തെ നയിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. ചെങ്കടലിൽ പിറുപിറുപ്പ് കേട്ടു. വെള്ളമില്ലാഞ്ഞപ്പോൾ അവർക്കെതിരായി പിറുപിറുത്തു. ആമേൻ. ഇറച്ചിയില്ലാത്തതിന് അവർ മോശയ്ക്കും അഹരോനും വിരോധമായി സംസാരിച്ചു. സ്തോത്രം. മാറ വന്നപ്പോൾ, കയ്പ് കണ്ടപ്പോൾ അവർ ശക്തമായി പ്രതിഷേധിച്ചു. സ്തോത്രം. ആമേൻ. എല്ലാ ഇടങ്ങളിലും ഒരു മോട്ടിവേഷൻ കിട്ടാതെ ആമേൻ തളരുന്ന മോസസിനെ കാണുവാൻ കഴിയുന്നു. പക്ഷെ മോസസ് ഡിക്ലെയർഡ്, ഹി ടുക്ക് എ ഡിസിഷൻ, ഐ വിൽ സ്റ്റേ ആസ് എ ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഞാൻ എന്റെ വിശ്വസ്തത, ആരെല്ലാം മാറിപ്പോയാലും ഞാൻ വിശ്വസ്തനായി നിൽക്കും. വായിച്ചു, ബാക്കി വായിച്ചു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ദുർമോഹികളായി ജനം മാറി. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നത് പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളായി മാറി. അവരിൽ ചിലർ പരസംഗം ചെയ്ത ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്തു. അവരിൽ ചിലർ പരീക്ഷിച്ചു നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ ഇവിടെ പറഞ്ഞെന്തൊക്കെയാണ്? ഈവിൽ ഡിസൈർ, ദുർമോഹം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, വിഗ്രഹത്തെ ആരാധിക്കുന്നവർ, ഐഡലേറ്റേഴ്സ്. മൂന്നാമത് പറഞ്ഞു സെക്ഷൽ ഇമ്മോറാലിറ്റി. നാലാമത് പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, ടെസ്റ്റിംഗ് ഗോഡ്. അഞ്ചാമത് പറഞ്ഞിരിക്കുന്നു, ദേ മർമേഡ് അഗൈൻസ്റ്റ് ഗോഡ്. തന്റെ കൂടെ നിൽക്കുന്ന ജനം
വിവിധ പ്രോബ്ലംസ്. ദേ ആർ ഫേസിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഇൻ ദർ സ്പിരിച്വൽ ലൈഫ്. ഓരോരുത്തരും ഓരോ കെണിയിൽ വീണു, പിശാചിന്റെ കെണിയിൽ വീണു. ആമേൻ. ഓരോരുത്തരായി കൂട്ടമായി നശിച്ചുപോയി. അഹരോൻ പോലും കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ ആമേൻ മോശ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്ന വിശ്വസ്തനായിരിക്കും. ആരെല്ലാം മാറിപ്പോയാലും ഐ വിൽ ബി എ ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഓഫ് ഗോഡ്. പിന്നീട് വചനം പഠിപ്പിക്കുന്നു, യോശുവയും കാലേബും 20 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുമല്ലാതെ ആർക്കും പ്രോമിസ് ലാൻഡിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. അണ്ടിൽ ദ ലാസ്റ്റ് മൊമെന്റ്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടും അണ്ടിൽ ദ ലാസ്റ്റ് മൊമെന്റ്, ജോഷുവയെ അസൈൻ ചെയ്യുന്ന ലാസ്റ്റ് മൊമെന്റ് വരെ ഗോഡ്സ് ഫുൾഫിൽ ചെയ്യാൻ മോസസ് വിശ്വസ്തനായിരുന്നു. ഹി വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. സ്തോത്രം. ഒരു മനുഷ്യൻ വീണതുകൊണ്ട്, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ട്, ഒരു മനുഷ്യൻ ദൈവത്തെ തള്ളി പറഞ്ഞതുകൊണ്ട് മോസസ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഇന്ന് ആത്മീയകോളത്തിൽ എന്താ സംഭവിക്കുന്നത്? ദൈവദാസന്മാർ വീഴുന്നത് കണ്ടുകൊണ്ട്, മറ്റ് വിശ്വാസികൾ തെറ്റ് ചെയ്യുന്ന കണ്ടുകൊണ്ട്, പെന്തിക്കോസുകാർ കള്ളന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ആത്മീയ നശിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ നിന്നെ പോലൊരു മടയനില്ല. കാരണം നിന്നെ നയിച്ചത് പാസ്റ്റർമാരാ, നിന്നെ നയിച്ചത് പെന്തിക്കോസുകാരാ. നീ നയിക്കപ്പെടേണ്ടത് ദൈവത്താലാണ്. ദൈവത്തിന് സ്തോത്രം. ഐ ആം ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. മോസസ് പറഞ്ഞു, ഞാൻ വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആര് വീണാലും നീ വീഴരുത്, ആര് മാറിയാലും നീ മാറരുത്, ആര് തള്ളിക്കളഞ്ഞാലും നീ തള്ളിക്കളയരുത്. സ്റ്റേ അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. സ്റ്റേ അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. നീ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, നീ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഞാൻ നിൽക്കും, ഞാൻ നിൽക്കും. ആര് മാറിയാലും ഞാൻ നിൽക്കും. സ്തോത്രം. മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞു. എന്തുകൊണ്ട്? ഈവിൾ ഡിസയർ, ദുർമോഹം, വിഗ്രഹാരാധന, ആമേൻ, പിറുപിറുപ്പ്, ആമേൻ, ദൈവത്തെ പരീക്ഷിക്കുക, പരസംഗം, പാപങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ കഴിയാതെ, പാരമ്പര്യങ്ങളെ വിട്ടുമാറാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് അനേകർ മരുഭൂമിയിൽ വീണപ്പോൾ ആമേൻ ജനനായകനായി മോസസ് വിശ്വസ്തനായ ദൈവസനം നിലകൊള്ളുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. He was a great faithful person in front of God. വിശ്വസ്തനായിട്ട് എന്ത് സംഭവിച്ചു? അതാണ് അടുത്ത പഠിക്കേണ്ടത്. നമ്പേഴ്സ് 12:7 ആണ് നമ്മൾ ആദ്യം വായിച്ചത്. 12:8 ഒന്ന് വായിച്ചേ. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും, സംഖ്യാപുസ്തകം 12:8. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്റെ ദാസനായ 8 മാത്രം വായിച്ചാൽ മതി. 1 വായിച്ചേ. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. മതി. സ്തോത്രം. അതുവരെ ശബ്ദത്തിലൂടെ മോശയോട് സംസാരിച്ചു, അതുവരെ ചുഴലിക്കാറ്റിലൂടെ സംസാരിച്ചു, ചെങ്കടലിലൂടെ സംസാരിച്ചു, വിവിധ ഭാവങ്ങളിലൂടെ സംസാരിച്ചു. പക്ഷേ ആമേൻ സ്തോത്രം വിശ്വസ്തനായി നിന്നപ്പോൾ ആമേൻ മറ പൊരുളില്ലാതെ ആമേൻ ദൈവം ഡയറക്റ്റ് സംസാരിക്കുവാൻ തുടങ്ങി മോസസിനോട്. അവൻ ദൈവത്തെ കാണുകയും രൂപം കാണുകയും ചെയ്തു. നീ വിശ്വസ്തനാണെങ്കിൽ യു വിൽ ബി എലിവേറ്റഡ് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. നീ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ നിന്റെ ആത്മീയജീവിതം പടിപടിയായി ഉയരുന്നത് കാണുവാൻ കഴിയും. നിന്റെ ആത്മീയം പടിപടിയായി ഉയരുമ്പോൾ നിന്റെ ഭൗതികവും പടിപടിയായി ഉയരുന്നത് കാണുവാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും ഇനിയൊരു ഉയർച്ച സംഭവിക്കണമെങ്കിൽ നിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് ആമേ ആ കെട്ടുകളിൽ നിന്ന് ആമേ നീ അടുത്ത ലെവലിലേക്ക് ഒരു ചൂട് വെച്ചേ മതിയാകും. ഒരു സഭയോടോ ഒരു ദൈവദാസനോടോ ഒരു മനുഷ്യനോടല്ല നിന്റെ വിശ്വസ്തത. നിന്റെ വിശ്വസ്ത ദൈവത്തോടാണ്. കാരണം മോശെ അതിശക്തമായി എനിക്ക് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്. എനിക്ക് നിന്നോട് അഭിമുഖമായി ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ സംസാരിപ്പാനുണ്ട്. അതുകൊണ്ട് നീ വിശ്വസ്തനായി ദൈവത്തിന് വേണ്ടി ഒരു ചുവടിന്ന് പകൽക്കാലം വെക്കുമെങ്കിൽ നിന്റെ ആത്മജീവിതം ഉയരുക മാത്രമല്ല, നിന്റെ ഭൗതിക മണ്ഡലം ഉയരുവാൻ ഈ ദിനങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അനുസരണം തലമുറകൾ സാക്ഷ്യമുള്ളവരാക്കി മാറ്റുമെങ്കിൽ വിശ്വസ്തത
നിന്നെ ഉയർത്തും. എന്താ പറഞ്ഞത്? 5 താലന്തുള്ളവൻ വിശ്വസ്തനായപ്പോൾ 5 താലന്തും കൂടെ കൊടുത്തു. 5, ആമേൻ, സ്തോത്രം, ആമേൻ. 2 താലന്തുള്ളവൻ അല്പത്തിൽ വിശ്വസ്തനായപ്പോൾ അധികത്തിൽ അവനെ വിചാരകനാക്കി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം വചനം കേൾക്ക ദൈവത്തിന്റെ പൈതലേ, വിശ്വസ്തനാണെങ്കിൽ നിനക്ക് ഉയർച്ച തന്നെ സംഭവിക്കും. സങ്കീർത്തനം 14 വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാലും അതിൽ വിശ്വസ്തൻ ഉറച്ചു നിൽക്കിയാലും ഞാൻ അവനെ ഉയർത്തും. സ്തോത്രം. ഒരു ഉയർച്ച വരുവാൻ പോകുക. വിശ്വസ്തനാണോ? ദൈവം തന്നെ ഉയർത്തുവാൻ പോകുക. അത് ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലങ്ങളിലും. സ്തോത്രം. നീ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. പ്രൈസ് ഗോഡ്. 3 യെശയ്യാപ്രവചനം 44 വാക്യം. 3 സ്വർഗീയ സാക്ഷ്യത്തിൽ ഉടമയായി മാറണമെങ്കിൽ നീ എന്തായിത്തീരണം? യെശയ്യാപ്രവചനം ബുക്ക് ഓഫ് യെശയ്യാ 44:28. കോരേശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. Koresh is my shepherd. He will fulfill all my purpose. 3 ദൈവഹിതം ഞാൻ ചെയ്യുമെന്ന് പൂർണ്ണമായി നീ സമർപ്പിക്കണം. പൂർണ്ണമായി സമർപ്പിക്കണം. He will fulfill all my purpose. ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ വേദനകളും ദുഃഖങ്ങളും കഷ്ടതകളും നിന്റെ ജീവിതത്തിൽ കടന്നു വരും. സ്റ്റിൽ കോരശന്റെ ഇടയൻ നിന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കണമെങ്കിൽ, ജനത്തെ നിന്റെ കൈകൾ ഏൽപ്പിക്കണമെങ്കിൽ, സങ്കടത്തിലും ദുഃഖത്തിലും വേദനയിലും സന്തോഷത്തിലും നന്മയിലും തിന്മയിലും ദൈവഹിതം മാത്രം സംഭവിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടിരിക്കുന്ന ഒരു ജീവിതമായി നിന്നെ കാണുവാൻ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുകയാണ്. അവനെ കൊണ്ട് മാത്രമേ എന്റെ ആലയത്തിനും മന്ദിരത്തിനും അവന്റെ വേലയ്ക്ക് അടിസ്ഥാനമിട്ട് പണിയുവാൻ ഞാൻ ഏൽപ്പിക്കുകയുള്ളൂ. സ്തോത്രം. നമ്മുടെ പ്രശ്നം എന്താ? കർത്തൃസനിൽ വന്നു, പക്ഷേ ദൈവത്തിന് ഇഷ്ടം പലതും നമ്മളെ അറിയിച്ചിട്ടും നമ്മൾ കണ്ണടക്കി. എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് ധനനഷ്ടമുണ്ടാകും, എനിക്ക് സമയനഷ്ടമുണ്ടാകും, എനിക്ക് മാനനഷ്ടമുണ്ടാകും, പല കഷ്ടതകളും നേരിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കണ്ടാലും കാണാത്തവരെ പോലെ, കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ, ആമേ, അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ കപട ഭക്തിക്കാരായ എന്ന് കർത്താവ് വിളിച്ചത് എന്നെയും നിങ്ങളെ നോക്കിയാണ്. എന്നാൽ കോരശന്റെ ഇടയനാണ്. അവനെ കുറിച്ച് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. He will fulfill all my purpose. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യും, അത് തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരിക്കണം. നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. Do the things according to thy will. ദൈവത്തിന്റെ ഹിതപ്രകാരം ചെയ്യുന്ന ഒരു പുരുഷനായി ദൈവം നിന്നെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തൊക്കെ ഹിതം? എല്ലാ ഹിതവും. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാ ഹിതവും നീ ഫുൾഫിൽ ചെയ്യണം. അതുകൊണ്ട് യേശു പറഞ്ഞു, ജോൺ 4:34 എന്താണ് പറഞ്ഞത്? എന്നെ അയച്ചവന് ഇഷ്ടം. വായിച്ചേ. യോഹന്നാൻ 4:34 പറയുന്നു, എന്നെ അയച്ചവന് ഇഷ്ടം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. Do thy will and complete thy will. ചെയ്യുക മാത്രമല്ല, അത് കംപ്ലീറ്റ് ചെയ്യണം. 2 പ്രശ്നമാണ് നമുക്കുള്ളത്. നമ്മൾ ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യുകയില്ല. 2, നമ്മൾ ചെയ്യും, മുഴുവനും ചെയ്യുകയില്ല. 2 കേട്ടോ. ഒരു കാര്യം പറഞ്ഞാൽ ചെയ്തു തുടങ്ങും. നാമേൻ എനിക്ക് നഷ്ടവും ആണെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിട്ടേ ചൂടും. 10 കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ 1-2 ചെയ്യും, 10 ചെയ്യുകയില്ല. പക്ഷെ കോരശിനെ കുറിച്ച് പറയുന്നു, ആമെ കൊടുത്താൽ അവൻ അത് പൂർത്തീകരിക്കും, 10 കൊടുത്താൽ അവന് 10 ചെയ്യും. അതുവരെയും ദൈവസ്ഥനിൽ അനുസരണമുള്ളവനായി വിശ്വസ്തനായി അവൻ നിലനിൽക്കും. പ്രൈസ് ഗോഡ്. സ്തോത്രം. യേശു ഒരിക്കൽ പറഞ്ഞു, ലൂക്കോസ് 22:42 വാക്യം, പിതാവേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. Not my will, thy will be happen. സ്തോത്രം. 22 Luke 22:42 വായിച്ചേ. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ, എങ്കിലും
എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് യേശു പോലും പറയുകയാണ്, റിമൂവ് ദിസ് പ്ലേറ്റ്, ദിസ് കപ്പ്. എന്താണ്? എനിക്ക് സഹിക്കാൻ കഴിയാത്തതാ. ഇനി വരാൻ പോകുന്നത് വേദനകളാ, ഇനി നേരിടുന്നത് കഷ്ടങ്ങളാ, ഇനി ഒരു മനുഷ്യല്ല തോന്നുമാറ് എന്നെ ഇല്ലാതാക്കാൻ പോവുക. എന്നിട്ടും സാരമില്ല, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഓക്കെ, ഇന്ന് പകൽ ഒരുത്തൻ തീരുമാനമെടുക്കുക. ഈ വചനം കേട്ട് ദൈവം ഏൽപ്പിക്കുന്ന എല്ലാ വില്ലും ഐ വിൽ ഡു എന്ന് ചെയ്യുവാൻ തീരുമാനമെടുത്താൽ എന്താണ് സ്വർഗീയ പിതാവ് നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ലൂക്ക് 22:43 ഒന്ന് വായിച്ചേ. അവൻ തീരുമാനമെടുത്തു, അപ്പോൾ എന്ത് സംഭവിച്ചു? അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ടു. നീ എപ്പോൾ തീരുമാനമെടുക്കുമോ, എപ്പോൾ നീ കമ്മിറ്റ് ചെയ്യുന്നുവോ, എപ്പോൾ നീ സബ്മിറ്റഡ് ആകുന്നുവോ, സ്വർഗവും സ്വർഗാദി സൈന്യവും നിനക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങും. അവിടെ ഒരു മൂവ്മെന്റ് സംഭവിക്കും. ഭൂമിയിൽ ഒന്നും കാണുവാൻ കഴിയില്ല, പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഒരു ചലനം നിനക്ക് വേണ്ടി ആരംഭിക്കും. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കുവാൻ, കൃപയാൽ നിറയ്ക്കുവാൻ, ശക്തിയാൽ നിറയ്ക്കുവാൻ, അഭിഷേകത്താൽ നിറയ്ക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് കൃപകൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. സ്വർഗവും സ്വർഗാദി സൈന്യവും പിതാവാ ദൈവവും സകലതും നിനക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങും. സ്തോത്രം. കോരശ് തീരുമാനമെടുത്തു, ദൈവത്തിന്റെ എല്ലാ ഹിതവും ഞാൻ ചെയ്യും. കോരശിന് വേണ്ടി എന്താ ദൈവം ചെയ്തത്? യെശയ്യാപ്രവചനം 45-ാം അധ്യായം 44-28 നമ്മൾ വായിച്ചത്. കോരശിനെ കുറിച്ച് അടുത്ത അധ്യായം 45-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ച്. When Cyrus took a decision, I will fulfill all the purpose of God എന്ന് പറഞ്ഞപ്പോൾ യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചുകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. നിനക്ക് ചെല്ലുവാൻ കഴിയാത്ത ഇടങ്ങളിൽ, നിനക്ക് നേരിടുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ ആമൻ അടഞ്ഞത് തുറക്കുവാൻ, ആമൻ നിന്റെ മുമ്പിൽ തുറന്നത് അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അടയ്ക്കുവാൻ, ആമൻ നിന്റെ മുമ്പിൽ അടഞ്ഞത് തുറക്കുവാൻ, ആമൻ നിനക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന്, ആമൻ ദൈവത്തിന് ഹിതം ചെയ്യുവാൻ തീരുമാനമെടുത്ത ദൈവത്തിന്റെ പൈതലെ, നിന്റെ ആത്മീയ യാത്രയെ തടസ്സം ചെയ്യുന്ന, നിന്റെ ഭൗതികമായി തടസ്സം ചെയ്യുന്ന സകല തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാൻ ആമൻ പിതാവ് നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. വിശ്വസ്തൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്തവൻ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ നിന്റെ വലം കൈത്ത് പിടിച്ചിരിക്കുന്നു. സകലവും നന്മയ്ക്കായി ചെയ്യുന്നവൻ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എപ്പോഴും കൂടെയുള്ളവൻ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നീ അവിടെ അങ്ങ് നിന്നാ മതി, അവൻ നിന്നെ കൊണ്ടുപോകാൻ തുടങ്ങും. അടുത്ത വാക്യം, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന, ഞാൻ മുമ്പിൽ പോകും നിനക്ക്. I will go in front of you. നിനക്ക് വേണ്ടി ഞാൻ മുമ്പിൽ പോകാൻ പോകുക. ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തന ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. അവൻ മുമ്പിൽ പോകുമ്പോഴും അവന്റെ വലങ്കരം നിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവൻ എവിടൊക്കെ പോകുവാൻ കഴിയുമോ അവിടെല്ലാം പോകുവാൻ, അവൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുവാൻ, അവൻ എന്തെല്ലാം നിവർത്തിക്കുവാൻ കഴിയുമോ അതെല്ലാം നിവർത്തിക്കുവാൻ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കി തീർക്കും. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കും. അവൻ നിനക്ക് മുമ്പായി പോയി ദുർഘടങ്ങളെ നിരപ്പാക്കുകയും, ദുർഘടമുണ്ട് നിനക്കെങ്കിൽ നിരപ്പായ പാത നിനക്ക് ഞാൻ ഒരുക്കും. താമ്രവാതിലുണ്ടെങ്കിൽ അതിനെ തകർക്കും എന്റെ ദൈവം. മുറിക്കുവാൻ കഴിയാത്ത ഇരുമ്പോടാങ്ങളെ അവൻ കണ്ണിച്ച് ദൈവം ഇതിനെ നീ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ ഇന്ന് പകൽക്കാലം സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ പ്രത്യക്ഷമായിരിക്കുന്ന ഭൂമിയിൽ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നീ ദിനങ്ങളെ കാണുവാൻ പോകുന്നത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളാ. അടഞ്ഞത് തുറക്കുവാൻ, മുൻപോട്ട് സഞ്ചരിക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടത്തിനായി ചുവടുവെച്ച ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി സ്വർഗം ചലിക്കുവാൻ തുടങ്ങും. ഇനിയും നിന്റെ ഒരു വാതിന് മുമ്പിൽ അടഞ്ഞിരിക്കുകയില്ല, ഒരു ഇരുമ്പോടാൻ തുറക്കാതിരിക്കുകയില്ല. ആമേൻ. എല്ലാ ദുർഘടങ്ങളും അവൻ നിരപ്പാക്കും. All the obstacles will be removed. It is a promise of God. സ്തോത്രം. എല്ലാ ദുർഘടങ്ങളും നിരപ്പാക്കി ദൈവാത്മാവ് പറയും, നീ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി, മരിക്കേണ്ടി വന്നാലും നിന്റെ ഹിതം മതി കർത്താവേ,
നിന്റെ ഹിതം ഞാൻ ചെയ്യുവാൻ കൃപ തരണമേ, എല്ലാ ഹിതവും ചെയ്യാൻ കൃപ തരണമെന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുക. അവൻ നിനക്ക് മുമ്പായി പുറപ്പെടാൻ പോകുക. അവൻ പുറപ്പെട്ടെങ്കിൽ നീയും പുറപ്പെടും. സ്തോത്രം. കാരണം എന്താ? അവൻ ഒറ്റയ്ക്കല്ല പുറപ്പെടുന്നത്. നിന്റെ വലം കൈക്ക് അവൻ പിടിച്ചെങ്കിൽ നിന്നെയും കൊണ്ട് അവൻ പുറപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്ത വചനങ്ങൾ നിന്നോട് പറയുക. ആത്മീയമായി മുന്നോട്ട് വിടാതിരിക്കുന്ന ശക്തിയെ ചിലരുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഖണ്ഡിക്കുക. ചിലർ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കും. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് പകൽ ഭൗതിക മണ്ഡലത്തിൽ ഒരു ചുവട് ദൈവം മുന്നോട്ട് വെപ്പിക്കാൻ പോകുന്നതിനെ നിനക്ക് എത്തുവാൻ കഴിയാത്ത ഇടങ്ങളിൽ അവൻ വലം കൈ പിടിച്ചത് കൊണ്ടുപോകാൻ പോകുക. സ്തോത്രം. ഇനി ഒന്നും നിനക്ക് അടഞ്ഞിരിക്കുകയില്ല. സ്തോത്രം. എപ്പോൾ നീ പറയണം, ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ, അത് ചെയ്യുവാൻ ഫുൾഫിൽ ചെയ്യുവാൻ കൃപ തരണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. ബി എ പേഴ്സൺ വിത്ത് ഹെവൻലി ടെസ്റ്റിമണി. സ്തോത്രം. പൂർണ്ണമായി അനുസരിക്കുമ്പോൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. തലമുറകളും സാക്ഷ്യമുള്ളവരായി, സ്വർഗീയ സാക്ഷ്യമുള്ളവരായി ഭൂമിയിൽ ജീവിക്കും. വിശ്വസ്തനാണെങ്കിൽ ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ ഉയർത്തും. ദൈവത്തിന് ഹിതം ചെയ്യുവാൻ പൂർണ്ണമായി ചെയ്യാൻ തീരുമാനമെടുത്തെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരേണ്ട സകല വിടുതലുകളും ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. സ്തോത്രം. ഒരു ഭാഗത്ത് സ്വർഗീയ സാക്ഷ്യമുള്ളവനാക്കി മാറണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നതിന്റെ കാരണം നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ വരേണ്ട വിടുതലുകളുടെ സമയമായിരിക്കുന്നു. സ്പിരിച്വൽ ഫിസിക്കൽ ഫ്രീഡത്തിന്റെ സമയമായിരിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ ഈ വചനം കേട്ട നീ ഞാൻ ഒരൊറ്റ തീരുമാനം, കർത്താവേ, സ്വർഗീയ സാക്ഷി, നല്ല സ്വർഗീയ സാക്ഷ്യത്തിന്റെ ഉടമയാക്കി മാറ്റുവാൻ, വചനം പൂർണ്ണമായി അനുസരിക്കുവാൻ, വിശ്വസ്തനായി ദൈവസന്നിധി നിലകൊള്ളുവാൻ, നിന്റെ ഇഷ്ടം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും പൂർണ്ണമായി ചെയ്യുവാനുള്ള കൃപ ഇന്ന് പകൽക്കാലം തെരുമാറാകണമേ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് യാത്ര തിരിക്കുമ്പോൾ ഈ ദിനങ്ങളിൽ കാണുവാൻ പോകുന്നത് വലിയ പ്രവർത്തികളാണ്. നിന്റെ വലങ്കയിലേക്ക് ഒന്ന് നോക്കിക്കുന്ന പകൽക്കാലം ഒന്ന് നോക്കിക്കുന്ന നിന്റെ വലത്തെ കരത്തിലേക്ക്. മോശയുടെ ഭുജത്തിന് മുമ്പിൽ വെളിപ്പെട്ട ഒരു ശാശ്വത ഭുജം നിന്റെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. നിനക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ ദുർഘടങ്ങളെ നിരപ്പാക്കി, താമ്രകഥകളെ തകർത്ത്, ഇരുമ്പോടകളെ ഖണ്ഡിച്ച്, നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്ത് നിന്നെ സ്വതന്ത്രനാക്കുന്ന സ്വർഗീയ പിതാവിന്റെ സ്നേഹം ഇന്ന് പകൽ തിരിച്ചറിഞ്ഞുകൊണ്ട് സമർപ്പിക്കൊരിക്കൽ കൂടെ. ബി എ പേഴ്സൺ വിത്ത് ഹെവൻലി ടെസ്റ്റിമണി. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ